ഏവർക്കും ധീരജ് ഹിന്ദി കക്ഷായിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂ സരസ്വതി പബ്ലിക്കേഷൻസിൻ്റെ ഒരു പാഠമാണ്. ഇത് 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമാണ്. ഈ പാഠത്തിൻ്റെ പേര് ബുദ്ധി ഔർ ബൽ. ഈ പാഠത്തിലൂടെ സിംഹവും മനുഷ്യനും തമ്മിലുള്ള ഒരു ഇതിലെ പ്രതിപാദിക്കുന്നത്. സിംഹത്തിന് ബലത്തിൽ ശക്തിവാനാണെങ്കിലും, ബലം കൊണ്ട് അദ്ദേഹം ശക്തിമാനാണെങ്കിലും മനുഷ്യൻ തൻ്റെ ബുദ്ധി കൊണ്ട് സിംഹത്തെ വിജയിക്കുന്ന ഒരു കഥയാണ് ഇതിൽ കൂടി പറയുന്നത്. നമുക്ക് തുടങ്ങാം. एक दिन एक शेर जोर जोर से दहाड़ रहा था. उसे देखकर पेड़ पर बैठा कौवा बोला, महाराज आप इतनी जोर से क्यों दहाड़ रहे हैं? वो एक दिन ഒരു ദിവസം ഏക് ഷേർ ജോർ ജോർ സെ ദഹാഡ് രഹാത്ത, ഒരു സിംഹം വളരെ ഉറക്കെ അലറിക്കൊണ്ടിരിക്കുക. സിംഹം അലറുകയായിരുന്നു. ദഹാഡ് അലറുക. ഉസേ ദേക്കർ പേട് പർ ബൈട്ട കൗവ പോല, ഇത് കണ്ടിട്ട് വൃക്ഷത്തിൻ്റെ മുകളിൽ ഇരുന്ന കൗവ പോല കാക്ക പറഞ്ഞു, മഹാരാജ് ആപ്പ് ഇതിന് ജോർ സെ ക്യോം ദഹാഡ് രഹേ ഹേ, താങ്കൾ എന്തിനാണ് ഇത്രയും ഉറക്കെ ജോർ സെ ഉറക്കെ അലറുന്നത്? പൂര ചമ്പക് വൻ അബ്സെ ഡർത്താ ഹേ, ഈ ചമ്പകവനം മുഴുവൻ താങ്കളെ ഭയന്നിരിക്കുകയാണല്ലോ. ആപ് ചമ്പക് വൻ കെ രാജാ ഹേ, താങ്കൾ ഈ ചമ്പകവനത്തിലെ രാജാവല്ലേ. ആപ് ജൈസ താക്കത്വർ ഔർ കോയി നഹി ഹേ, താങ്കളെ പോലെ. ആപ് ജൈസ താങ്കളെ പോലെ, താക്കത്വർ ശക്തിമാൻ, ഔർ കോയി നഹി ഹേ മറ്റാരുമില്ല. ലേക്കിൻ അഗർ ആപ്കി യഹ ദഹാഡ്, എന്നാൽ താങ്കളുടെ ഈ അലർച്ച കിസി ആത്മീനെ സുൻലി, ഏതെങ്കിലും മനുഷ്യൻ കേട്ടാൽ, തോ കഹേ ആപ് കിസി പരേശാനിമേം ന പട് ജായേ, താങ്കൾ ഏതെങ്കിലും ബുദ്ധിമുട്ടിൽ കഷ്ടപ്പാടിൽ ചെന്ന് പട് ജായേ വീണു പോകില്ലേ. മനുഷ്യർ താങ്കളുടെ അലറൽ കേട്ടാൽ അവരെന്തെങ്കിലും ഒരു കുഴപ്പം താങ്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കും. പരേശാനി മീൻസ് ബുദ്ധിമുട്ട്, കുഴപ്പം എന്നൊക്കെയാണ് അർത്ഥം. ക്യാ കഹാ തുമ്നെ, എന്താ നിങ്ങളീ പറയുന്നേ? മൈ പരേശാനിമേ പട് ജാവൂങ്ക, ഞാൻ കുഴപ്പത്തിൽ ചെന്ന് ചാടുമെന്നോ? ക്യാ ആത്മീ മുझसे ജ്യാദാ താക്കത്വർ ഹോത്താ ഹേ, എന്താ ഈ മനുഷ്യൻ എന്നേക്കാൾ കൂടുതൽ ശക്തിയുള്ളവനാണോ? ജ്യാദാ താക്കത്വർ ഹോത്താ ഹേ, കൂടുതൽ ശക്തിയുള്ളവനാണോ? ഷേറിനെ പൂച്ച, അപ്പോൾ ഷേർ പറഞ്ഞു, ഷേർ പൂച്ച ചോദിച്ചു, हाँ सभी कहते हैं कि आदमी सबसे ज़्यादा ताकतवर होता है, कौवे ने कहा. അപ്പോൾ കവ്വ എന്താ മറുപടി പറഞ്ഞേ? ഹാം അതെ, സഫീ കഹത്തെ ഹേ, എല്ലാവരും പറയുന്നു, കി എന്തെന്നാൽ ആത്മീ സബ്സെ ജ്യാദാ താക്കത്വർ ഹോത്താ ഹേ, മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളവൻ എന്നെല്ലാവരും പറയുന്നു. ഷേറിനെ കഹ, അപ്പോൾ ഷേർ പറഞ്ഞു, മൈനെ ആജ് തക് കിസി ആദ്മി കോ നഹീ ദേഖാ ഹേ, ഞാൻ ഇന്ന് വരെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. അഭീ തക്, ഇന്ന് വരെ. നഹീ ദേഖാഹി കണ്ടിട്ടില്ല. ലേക്കിൻ ആജ് മൈ ആദ്മി കോ ജരൂർ ദേഖൂങ്ക, പക്ഷെ ഇന്ന് ഞാനൊരു മനുഷ്യനെ തീർച്ചയായിട്ടും കാണും. ജരൂർ ദേഖൂങ്ക, തീർച്ചയായിട്ടും കാണും. കി വോ കൈസാ ഹോത്താഹി, എന്തെന്നല്ലാതെ അവൻ കൈസാ ഹോത്താഹി, എങ്ങനെയായിരിക്കും ഈ മനുഷ്യൻ ഇരിക്കുന്നത്? തീർച്ചയായിട്ടും എനിക്ക് ഇന്ന് തന്നെ ഒരു മനുഷ്യനെ കാണണം. വോ സോച്ചേ സോച്ചത്തെ ഷേർ ആത്മീ കി ഖോജ് മേ നികൽ പടാ. സോച്ചത്തെ സോച്ചത്തെ, ഇങ്ങനെ ചിന്തിച്ച് ഷേർ ആത്മീ കി ഖോജ് മേ, സിംഹം മനുഷ്യനെ അന്വേഷിച്ച് നികൽപട പുറപ്പെട്ടു. നികൽന പുറപ്പെടുക, നികൽപട പുറപ്പെട്ടു. ധോടി ദൂരി പർ സാമനെ സെ ഹാത്തി ആത്താ ഹുവ ദിഖായി ദേ, കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഒരു ആന ആത്താ ഹുവ വരുന്നത് ദിഖായി ദിയ കണ്ടു. ഷേറിനെ ഹാത്തി സെ പൂച്ച, അപ്പോൾ ഷേർ ഹാത്തിയോട് ചോദിച്ചു, ഹാത്തി ആന, ഹാത്തി ഭായി ക്യാ തുമ്നെ ആത്മീ കോ ദേഖാ ഹേ, അല്ലയോ സഹോദര, താങ്കൾ മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? ഹാത്തി ബോല, അപ്പോൾ ഹാത്തി പറഞ്ഞു, ഹാം ദേഖാ ഹേ, അതെ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. വധു മേരെ ഊപ്പർ സവാരി കർത്താ ഹേ, അവൻ എൻ്റെ മുകളിൽ ഇരുന്നല്ലേ യാത്ര ചെയ്യുന്നത്, അവൻ എൻ്റെ മുകളിൽ എത്രയോ വട്ടം യാത്ര ചെയ്തിരിക്കുന്നു. ലഗ്താ ഹേ ആത്മീ ഹാത്തി സേ ഫി ബഡാ ഹോത്താ ഹോഗ, അപ്പോൾ സിംഹം എങ്ങനെയാണ് ചിന്തിച്ചത്? ഓഹോ, അപ്പം ലഗ്താ ഹേ തോന്നുന്നു ആത്മീ ഹാത്തി സേ ഫി ബഡാ ഹോത്ത, ഈ ആനയേക്കാൾ വലുതായിരിക്കും ഈ മനുഷ്യൻ. അതല്ലേ ആനപ്പുറത്ത് കയറി ഇരിക്കുന്നത്. ആനപ്പുറത്ത് കയറണമെങ്കിൽ വലുതായിരിക്കണ്ടേ? ആനയ്ക്ക് എന്തോരം പൊക്കമാണ് ഉള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ പൊക്കമുള്ള ആളല്ലേ ആനപ്പുറത്ത് കയറാൻ പറ്റുള്ളൂ.
ഈ സോച്ചത്തെ സോച്ചത്തെ ഷേർ ആകെ ചൽദിയ. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഷേർ വീണ്ടും സിംഹം വീണ്ടും മുന്നോട്ട് നടന്നു. തഫി ഉസയേക്ക് ആത്മീയ ദിഖായി ദിയ. അപ്പോൾ എന്താണ് നമ്മുടെ ഷേർ ഒരു ആത്മീയെ കണ്ടു, മനുഷ്യനെ കണ്ടു. ഷേറിനെ തോ കഫി ആത്മീയ ദേഖാ നഹീ ഥ. പക്ഷേ അന്ന് വരെ നമ്മുടെ സിംഹം ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഇസ്ലിയെ വ പഹച്ചാൻ നസക. അതുകൊണ്ട് സിംഹത്തിന് തിരിച്ചറിയാൻ നസക കഴിഞ്ഞില്ല. ആ വരുന്നത് മനുഷ്യനാണ് എന്ന് സിംഹത്തിന് മനസ്സിലായിട്ടില്ല. ഷേറിനെ ഉസ് ആത്മീസെ പൂച്ച. അപ്പോൾ സിംഹം ചെന്നിട്ട് ആ മനുഷ്യനോട് ചോദിച്ചു, ക്യാ തും ആത്മീക്കോ ജാൻതേ ഹോ? എന്തേ താങ്കൾക്ക് മനുഷ്യനെ അറിയാമോ? ആത്മീ ബോല, തും ആത്മീക്കെ ബാരേമേ ക്യോ പൂച്ച് രഹേ ഹോ? നിങ്ങൾ എന്താണ് എന്നോടിങ്ങനെ മനുഷ്യനെക്കുറിച്ച് ചോദിക്കുന്നത്? ക്യോ, എന്തുകൊണ്ട്? പൂച്ച് രഹേ ഹോ, ചോദിക്കുന്നു. തുമേ ആത്മീ സെ ക്യാ കാം ഹേ? താങ്കൾക്ക് മനുഷ്യനെ കൊണ്ട് എന്താണ് ജോലി? അതായത് എന്താണ് വേണ്ടത്? മനുഷ്യനെ കണ്ടാൽ താങ്കൾക്ക് എന്താണ് വേണ്ടത്? കാം എന്ന് പറഞ്ഞാൽ ജോലി എന്നാണ് അർത്ഥം. ഇവിടെ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ് മനുഷ്യനെ കൊണ്ട് താങ്കൾക്കുള്ള പ്രയോജനം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് താങ്കൾ മനുഷ്യനെ കാണുന്നത്? ഷേർ പറഞ്ഞു, സഫീ കഹത്തെ ഹേ കി വോ സബ്സേ അധിക താക്കത്വർ ഹോത്ത. എല്ലാവരും പറയുന്നു. എന്താ പറയുന്നത്? വോഹ്, അവൻ, ആര്? മനുഷ്യൻ. സബ്സേ അധിക താക്കത്വർ ഹോത്ത ഹേ, എല്ലാവരെക്കാളും ശക്തിമാനാണ് മനുഷ്യനെന്നാണ് എല്ലാവരും പറയുന്നത്. മൈൻ ജാന ചാഹത്താ ഹൂം, എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. കി, എന്തെന്നാൽ ക്യാ വഹ് മുജ്സേ ഫി സ്യാദ താക്കത്വർ ഹേ, എന്താ അവൻ എന്നേക്കാൾ ശക്തിമാനാണോ? ഇതറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മനുഷ്യനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. വോ ആത്മീ ഖതരേക്കോ സമജ്ഗയ. ഇത്രയും കേട്ടപ്പോൾ നമ്മുടെ മനുഷ്യൻ എന്ത് ചെയ്തു? ഖതര, ഡേഞ്ചർ, അപകടം, സമജ്ഗയ, മനസ്സിലാക്കി. അത്രയും കേട്ടാൽ മതി, മനുഷ്യന് അതിൻ്റെ അപകടം മനസ്സിലായി. ഉസ്നെ ഷേർ സേ കഹ, ആ മനുഷ്യൻ ഷേറിനോട് പറഞ്ഞു, സിംഹത്തോട് പറഞ്ഞു, ജംഗൽ കെ രാജാ തുമേ ഇധർ ഉധർ ധൂമിനെ സേ ആത്മീ നഹീ മിലേഗ. അല്ലയോ ഈ വനത്തിലെ രാജാവേ, ചമ്പകവനത്തിലെ രാജാവേ, താങ്കൾ ഇങ്ങനെ ഇധർ ഉധർ ധൂമത്തെ തോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങി നടന്നാൽ ആത്മീ നഹീ മിലേഗ, മനുഷ്യനെ കാണാൻ പറ്റില്ല. പിന്നെയോ ഷേർനെ കഹ ഫിർ വഹ് കൈസേ മിലേഗ. അപ്പോൾ ഷേർ പറഞ്ഞു, ഫിർ വഹ് കൈസേ മിലേഗ, പിന്നെ അയാളെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, എങ്ങനെ കണ്ടുമുട്ടും? ആത്മീനെ കഹ, അപ്പോൾ ആത്മീ പറഞ്ഞു, മൈ തുമേ ആത്മീ സേ മിൽനെ കാ ഏക തരീക്ക ബത്താ സക്താ ഹൂം. ഞാൻ നിങ്ങൾക്ക് മനുഷ്യനെ കണ്ടുപിടിക്കാനുള്ള ഏക തരീക്ക മീൻസ് മാർഗം, ബത്താ സക്താ ഹൂം, പറഞ്ഞു തരാം. ഷേറിനെ കഹ, അപ്പോൾ ഷേർ പറഞ്ഞു, ബത്താവോ, ജൽദി ബത്താവോ, പറയൂ, പെട്ടെന്ന് പറയൂ. ആത്മീ ബോല, സബ്സെ പഹലെ തുമേ പേട് സെ ബാന്ധ് കർ ഖഡാ ഹോന പടേഗ. ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു മരത്തിൽ കെട്ടപ്പെട്ട് കിടക്കണം. അതായത് താങ്കളെ ഒരു മരത്തിൽ കെട്ടണം. उसके बाद आंखें बंद करके 2 बार ആത്മീ ശബ്ദ് ബോൽനാ ഹോഗ. എന്നിട്ട് എന്ത് ചെയ്യണം? ആംഖേം ബന്ദ് കർക്കെ, കണ്ണുകൾ അടച്ചിട്ട് 2 ബാർ, 2 പ്രാവശ്യം ആത്മീ ശബ്ദ് ബോൽനാ ഹോഗ, ആത്മീ എന്ന് പറയണം. അപ്പം ഒരു മരത്തിൽ കെട്ടണം, എന്നിട്ട് കണ്ണടച്ചുകൊണ്ട് 2 പ്രാവശ്യം ആത്മീ മനുഷ്യ എന്ന് വിളിക്കണം. അപ്പോഴോ തബ് തുമാരെ സാമനെ ഖുദ് ആത്മീ ആ ജായേഗ. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ മുന്നിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും, മനുഷ്യൻ ആ ജായേഗ വരുന്നതായിരിക്കും. ഷേറിനെ കഹ, ഇത്രയും കേട്ടപ്പോൾ ഷേർ പറഞ്ഞു, ബസ് ഇത്തനി സി ബാത്, ഇത്രയും മതി, ഇത്രയും കേട്ടാൽ മതി, എനിക്ക് മനുഷ്യനെ ഒന്ന് കണ്ടാൽ മതി. തും മുച്ചെ പേട് സെ ബാന്ത് ദോ, താങ്കൾ എന്നെ ഈ മരത്തിലൊന്ന് കെട്ടു, നിങ്ങൾ എന്നെ മരത്തിൽ കെട്ടിക്കോളൂ. ആത്മീനെ ജൽദി സെ ഷേർ കോ പേട് സെ കസ്കർ ബാന്ത് ദിയ. അപ്പോൾ എന്താ ചെയ്തേ? ആത്മീ പെട്ടെന്ന് തന്നെ, ആ മനുഷ്യൻ പെട്ടെന്ന് ഷേർക്കോ, നമ്മുടെ സിംഹത്തെ, പേട് സെ കസ്കർ ബാന്ത് ദിയ. കസ്കർ ബാന്തിന ചുറ്റി വരിക എന്നർത്ഥം, മുറുക്കി അങ്ങ് കെട്ടി.
फिर जैसे ही शेर ने आंखें बंद करके 2 बार आत्मी शब्द बोलकर आंखें खोली. അപ്പോൾ എന്താ ചെയ്തത് നമ്മുടെ സിംഹം? പറഞ്ഞതുപോലെ തന്നെ ജൈസേഹി അങ്ങനെ തന്നെ ഷേർനെ നമ്മുടെ ഷേർ സിംഹം ആംഖേം ബന്ദ് കർക്കെ കണ്ണുകളടച്ചിട്ട് 2 ബാർ 2 പ്രാവശ്യം ആത്മീ ശബ്ദ് ബോൾക്കർ ആത്മീ ആത്മീ എന്ന് പറഞ്ഞിട്ട് ബോൾക്കർ പറഞ്ഞിട്ട് ആംഖേം ഖോലി കണ്ണു തുറന്നു. തോ ദേഖ്താ ഹേ അപ്പോൾ എന്താ കാണുന്നത്? കി വഹി ആത്മീ ഖടാ ഹേ അവിടെ ആ മനുഷ്യൻ നിൽക്കുന്നു. ആത്മീ ബോല. സിംഹത്തിന് മനസ്സിലായി കാണുമോ അത് ആത്മീയാണെന്ന്? ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ ആൾ തന്നെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അതുമാത്രമേ അപ്പോൾ സിംഹത്തിന് മനസ്സിലായിട്ടുള്ളൂ. അപ്പം ദേ നമ്മുടെ ആത്മീ പറയാണ്, ഷേർ മഹാരാജ് അല്ലയോ സിംഹരാജാവേ, മൈം ഹി ആത്മീ ഹു ഞാൻ തന്നെയാണ് ആത്മീ. മൈം ഹി ഞാൻ തന്നെ ആത്മീ ഹു ഞാൻ തന്നെയാണ് മനുഷ്യൻ. തുമേ അപ്പനെ ശരീർ കെ താക്കത്ത് പർ ബഹുത് ഘമണ്ഡ് ഹെ നിങ്ങൾക്ക് അല്ലയോ രാജാവേ നിങ്ങൾക്ക് അപ്പനെ ശരീർ കെ താക്കത്ത് പർ നിങ്ങളുടെ ശരീരത്തിൻ്റെ ബലത്തിൽ താക്കത്ത് ശക്തി ബലം ശക്തിയിൽ ബഹുത് ഘമണ്ഡ് ഹെ വളരെ പ്രൗഢാണ് അഹങ്കാരമാണ്. താങ്കൾക്ക് താങ്കളുടെ ശരീരത്തിൻ്റെ ബലത്തിൽ ഭയങ്കര അഹങ്കാരമുണ്ട് അല്ലെങ്കിൽ അഭിമാനമുണ്ട്. ലേക്കിൻ എന്നാൽ തും നഹീം ജാൻതേ ഹേ കി എന്നാൽ നിങ്ങൾക്കറിയില്ല ബുദ്ധിക്ക് താക്കത്ത് സേ സഭി കോ ജീത്താ ജാ സക്താ ഹേ എന്നാൽ നിങ്ങൾക്കറിയില്ല ശക്തി മാത്രമേ നിങ്ങൾക്കുള്ളൂ. പക്ഷേ നിങ്ങൾക്കറിയില്ല ബുദ്ധിയുടെ ബലത്തിൽ ബുദ്ധിശക്തി കൊണ്ട് സഭീക്കോ എല്ലാവരെയും ജീത്താ ജാ സക്താ ഹേ വിജയിക്കാൻ കഴിയും. എല്ലാവരേക്കാളും വിജയിക്കാൻ കഴിയും. ശക്തി കൊണ്ടല്ല, ബുദ്ധി എന്ന ശക്തി കൊണ്ട് ബുദ്ധിശക്തി കൊണ്ട് നമുക്ക് എല്ലാവരേക്കാൾ വിജയത്തിലെത്താനായിട്ട് കഴിയും. തും ജൈസെ താക്കത്വർ കോഫി നിങ്ങൾ എത്രത്തോളം നിങ്ങളെപ്പോലെ താക്കത്വർ കോഫി ഇതാണ് ശക്തിമാനാണെങ്കിൽ പോലും നിങ്ങളെപ്പോലെ ശക്തിമാനാണെങ്കിലും ബുദ്ധി കൊണ്ട് ആർക്കും ആരെയും ജയിക്കാനായിട്ട് കഴിയും. ബുദ്ധിമാൻ ഹോനേക്കെ കാരൻ ഹി ബുദ്ധിമാനായിരുന്നിട്ടും മനുഷ്യക്കോ സബ്സേ ഊഞ്ച പ്രാണി കത്തേ ഹേ. അപ്പം എന്താണ് ബുദ്ധിമാൻ ഹോനേക്കെ കാരൻ ഹി ബുദ്ധിമാനായ കാരണത്താൽ തന്നെയാണ് മനുഷ്യക്കോ മനുഷ്യനെ സബ്സേ ഊഞ്ച പ്രാണി കത്തേ ഹേ ഏറ്റവും വലിയ പ്രാണി ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത്. സമച്ചേ ഷേർജി മനസ്സിലായോ? സിംഹമേ അല്ലയോ സിംഹരാജാവേ താങ്കൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മൾ ബുദ്ധി ഔർ ബൽ എന്ന പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ ഗുണപാഠം എന്ന് പറയുന്നത് എന്താണ്? ശക്തിയേക്കാൾ ബുദ്ധി കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ വിജയിക്കാൻ കഴിയുന്നത്. അതായത് ശക്തി കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, വലിയ ശരീരമായിട്ടും വലിയ കാര്യമൊന്നുമില്ല, ബുദ്ധിയാണ് എല്ലാറ്റിലും വലുത് എന്നാണ് ഈ പാഠഭാഗത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പാഠഭാഗം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ധന്യവാദം.